ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ളൊരു പോക്കറ്റ് ഷവർമ്മയാണ്. ഈ ഷവർമ്മ കടയിൽ പോയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പോക്കറ്റ് ഷവർമ്മയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, പിന്നെ ക്യാബേജ്, സവാള ഇതെല്ലാം പൊടിയായി കട്ട് ചെയ്ത് വെക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്ത് വെക്കണേ നല്ലത്. പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി വെള്ളമെല്ലാം പോയതിന് ശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസും, ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക. പിന്നെ 2 മുട്ട എടുത്തിട്ട് അത് ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചിക്കി എടുക്കാനാണ്. അതിലേക്ക് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ട് അതെല്ലാം നല്ലപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മുട്ടയിട്ടിട്ട് ചിക്കി എടുക്കണം. അതിൽ മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് ചെറിയ ചെറിയ പീസ് പോലെ ആക്കിയിട്ട് ചിക്കി എടുക്കണം. ചിക്കി എടുത്തിട്ട് മാറ്റി വെക്കണം. അത് ചെറിയ ചെറിയ പീസായിട്ട് എടുക്കണം. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കണം ചിക്കനിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണ ചിക്കന് അതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഫ്രൈ ആവുകയൊന്നും വേണ്ട, എന്നാലും ഒരു വിധത്തിൽ ഒന്ന് ഫ്രൈ ആയി വരണം. പിന്നെ ബ്രെഡാണ് ഇതിന് ആവശ്യമായി എടുത്തേക്കണത്. ഈ ബ്രെഡ് 2 എണ്ണം എടുത്ത് വെച്ചിട്ട് അതൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിലൊരു ഇതിൻ്റെ ഒരു മൂടി വെച്ചിട്ട് അമർത്തി എടുത്താൽ മതി. എന്നാലും നല്ല റൗണ്ടിൽ നമുക്ക് കിട്ടും. നമ്മൾ കത്തി വെച്ചൊക്കെ ഇങ്ങനെ റൗണ്ട് ആക്കുമ്പോൾ അത്ര ഷേപ്പ് കിട്ടൂല. ഇത് നല്ല ഷേപ്പിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു അടപ്പ്, എന്തിൻ്റെലും ഒരു അടപ്പ്, കുപ്പിയുടെ അടപ്പ എന്തിൻ്റെലും ഒരു അടപ്പുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ അത് വെച്ച് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എത്ര ബ്രെഡ് ആവശ്യമുണ്ട് അത്രയും ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ കട്ട് ചെയ്തതിൻ്റെ ഈ 2 എണ്ണം വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ബ്രെഡിൻ്റെ ബാക്കി ഇതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതുകൊണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. എന്നിട്ട് ഈ 2 ബ്രെഡ് കൂട്ടി വെച്ചിട്ടാണല്ലോ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണത്. ഇത് അങ്ങനെ തന്നെ മുട്ടയിൽ 2 മുട്ട എടുത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കണം. അത് നല്ലതുപോലെ ബ്രെഡ് ക്രംസൊക്കെ നല്ലതായി പിടിക്കണം. നല്ലതുപോലെ അതിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കണം. നമുക്ക് എത്ര ബ്രെഡാണ് ആവശ്യമെന്ന് വെച്ചാൽ അതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അതൊന്നും ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്കൊരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് അതിൽ ഓയിൽ ചൂടായി വരുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കണേന് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം, കരിഞ്ഞു പോകും. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഇതുപോലെ തന്നെ എല്ലാം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്താലാണ് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തുകയുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ചിക്കൻ ഫ്രൈ ചെയ്തതും മുട്ട ചിക്കി എടുത്തതും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെജിറ്റബിളൊന്നും അധികം വേണ്ട, ഒരു കുറച്ച് മതി. 2 ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ചെറിയ പീസ് ക്യാബേജും ഒരു സവാളയും മതി. എല്ലാം പൊടിയായി അരിയണം. ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് നല്ല പൊടിയായി അരിഞ്ഞ് വരും. അതിൽ ആക്കിയാലും മതി. അല്ല നമുക്ക് ഇതുകൊണ്ട് തന്നെ ഗ്രൈൻഡറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോപ്പ് ചെയ്തൊക്കെ എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ മയോണിക്സാണ്. മയോണിക്സ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. 2 മുട്ട എടുത്തിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണിക്സാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മയോണിക്സ് ഒക്കെ എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുട്ടികൾക്കൊക്കെ.
ഭയങ്കര ഇഷ്ടമായിരിക്കും അതൊക്കെ ഉണ്ടെങ്കിൽ. അതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഈ ബ്രെഡൊന്ന് രണ്ടായി കട്ട് ചെയ്തെടുക്കണം. ഇത് തന്നെ പുറം നല്ല ക്രിപ്സിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. പിന്നെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേണം ഈ ഫില്ലിങ് നിറക്കാനായിട്ട്. കൂടുതലായിട്ട് അങ്ങനെ കുത്തി നിറക്കണ്ട. ഒരു 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 ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ, ഒരു കുറച്ചൊക്കെ നിറച്ചാൽ മതി. അങ്ങനെ അത് ഫില്ല് ചെയ്ത് വെക്കാം. അങ്ങനെ എല്ലാം അതുപോലെ ചെയ്ത് വെക്കണം. പിന്നെ നല്ല ടേസ്റ്റിയാണിത്. പിന്നെ നമ്മുടെ വീട്ടിൽ വല്ല ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ബ്രെഡും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാം ഇതുപോലെ നിറച്ച് വെക്കണം. ഫില്ലിങ്ങൊക്കെ പുറത്ത് പോകാതെ ഉള്ളിൽ തന്നെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് നിറച്ച് വെക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പോക്കറ്റ് ഷവർമ്മയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അധികം നേരം ഫ്രൈ ചെയ്തൊന്നും ബുദ്ധിമുട്ടണ്ട. ബ്രെഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.